യുഎഇയിൽ നിങ്ങൾ റോഡിൽ നിങ്ങൾ ആറ്റിറ്റ്യൂഡ് കാണിച്ചാൽ അതിന് നിങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. കാരണം നമ്മൾ പല ആളുകളും പല മൈൻഡ് സെറ്റിലായിരിക്കും റോഡിലുണ്ടാവുക. ആ ആറ്റിറ്റ്യൂഡൊക്കെ ഓരോ വ്യക്തികളും കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ റോഡിന്റെ കാര്യം ആർക്കും വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. പ്രത്യേകിച്ച് ഇവിടെ ഡിസിപ്ലിൻ നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്, കൃത്യമായിട്ട് നമ്മൾ എങ്ങനെ വണ്ടി ഓടിക്കണം എന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ എസ്പെഷ്യലി ചില ആളുകളാണ് പറയുന്നത്, അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഇവിടെ പൈസ കിട്ടാതായതൊക്കെ ഈ വക കാരണങ്ങൾ കൊണ്ടാണ്. നിങ്ങളെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ റോഡിലല്ല കാണിക്കേണ്ടത്. നിങ്ങൾക്ക് പതുക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലോ ട്രാക്കിൽ പോവാം. ഇപ്പോൾ ഇന്നലെ E311 സ്പീഡ് കുറച്ച് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇന്നായി കൂടി പോയപ്പോൾ കണ്ടൊരു കാഴ്ച 80 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ട്രാക്കിൽ പോയിക്കൂടെ? നിങ്ങൾ എന്തിനാ ഫാസ്റ്റ് ലൈനിൽ കയറണപ്പോൾ? അല്ലെങ്കിൽ ഇനി മറ്റുള്ളവർക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് നിങ്ങൾ കൊടുക്കുക. ഇനി വേറെ ഒരാൾക്ക് വേറെ എക്സിറ്റിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഞാൻ പോയാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡിലുള്ള പല ആളുകളും, മലയാളികളടക്കം പല ആളുകളും ചെയ്യുന്നുണ്ട്. അവരോടാണ് ഈ പറയുന്നത്, നിങ്ങൾ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന സ്ഥലമല്ല റോഡ്. വീട്ടിൽ ഭാര്യനോട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടും ഓഫീസിൽ പ്രഷറും അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇഷ്യൂസ് ഉള്ള ആളുകളുണ്ടാവും. ഇവരെല്ലാവരും ആറ്റിറ്റ്യൂഡ് കാണിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എങ്ങനെ വണ്ടിയിട്ട് പോവാം? അത് നിങ്ങൾ ചിന്തിക്കണ്ടേ? അവനക്കും പോയിട്ട് അത്യാവശ്യം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണ്ടേ? നിങ്ങൾക്ക് മാത്രം പോയാൽ മതി എന്നുള്ളത്. ചിലർ ഓഫീസിൽ ലേറ്റ് ആയിട്ടോ എയർപോർട്ടിൽ പോകണവരോ മറ്റെന്തെങ്കിലും അത്യാവശ്യത്തിന് പോകണവരോ ആയിരിക്കും. അവർക്ക് ഫാസ്റ്റ് ലൈനിൽ പോകാൻ അവർക്കുള്ള സൗകര്യം നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് പോകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈൻ ചേഞ്ച് ചെയ്ത് കൊടുത്ത് പോവുക. നിങ്ങൾ ഈ ഇൻഡിക്കേറ്റർ ഇടാതെ പെട്ടെന്ന് ലൈൻ ചേഞ്ച് ചെയ്യുക, നമ്മൾ പോയതിന് ശേഷം പോവുക. നിസാൻ പെട്രോൾ ഓടിക്കണവർക്കും നിസാൻ സൺഡേ ഓടിക്കണവർക്കും ഒക്കെ ഇവിടെ ഒരു റൂളേ ഉള്ളൂ. ആ റൂള് നിങ്ങൾ നിങ്ങളുടെ ഡിസിപ്ലിൻ പാലിച്ചിട്ട് തന്നെ പോവുക. നിങ്ങൾ അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിക്കുക, എല്ലാവർക്കും പോകണം എന്നല്ല. ഇതൊന്നും ഇല്ലാണ്ട് തോന്നിയ പോലെ വണ്ടി ഓടിച്ചിട്ട് ഈ നാടിനും കൂടി നിങ്ങൾ നശിപ്പിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പലരുടെയും ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ. നമുക്കൊന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ മൂട്ടിൽ വന്ന് കുത്തും, നമ്മൾ പോയാൽ മതി എന്നുള്ള ലെവലിൽ. നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ബാക്കിൽ പോയിട്ട് ലൈറ്റ് അടിച്ച് കഴിഞ്ഞാലോ സേഫ് ഡിസ്റ്റൻസ് കൊടുത്തിട്ടില്ലെങ്കിലോ ഫൈൻ കിട്ടുന്ന സമയമായിപ്പോൾ നിങ്ങൾ കാരണം മറ്റൊരാൾക്ക് അപകടം ഉണ്ടാവാതെ ഫൈൻ കിട്ടാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അത്രേ പറയാനുള്ളൂ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. ആർക്കും മോശം ഉണ്ടായി. നിങ്ങൾ കാരണം ഒരു ആക്സിഡന്റ് ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ മാറാതെ ഇവൻ പെട്ടെന്ന് സെക്കൻഡ് ട്രാക്കിൽ കൂടി ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് മുന്നത്തെ വണ്ടി ചവിട്ടി, അപ്പോൾ ആക്സിഡന്റ് ആയില്ലേ? നിങ്ങൾ എന്താ ശ്രദ്ധിക്കാത്തത്? നിങ്ങൾ നിങ്ങളുടെ സ്വയം കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ഇവിടെ റൂട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ മോശം പ്രവണതയാണ്.